എപ്പോഴും ഞാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കിടന്ന് കരയുന്നുണ്ടെങ്കിൽ ആ ഒരു 5 പേരെ പ്രാപിക്കുണ്ടായിരിക്കും. നല്ലത് വരത്തല്ലേ അവരങ്ങാനും വല്ല ആക്സിഡന്റിൽ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അന്നദാനം നടത്തും. പക്ഷേ നമുക്ക് ഈ ശരീരത്തോടും സോളിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതില് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന സഫർ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എണ്ണം കൂടുതൽ ഈസി മണിയുടെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. എന്ത് ഈസി മണി അവർക്ക് കിട്ടുന്നത് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അത് ഈസിയാണോ? എനിക്കറിയില്ല. അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരാളെ ജീവിതം വെച്ചിട്ടല്ലേ ഒരാൾ അങ്ങനെയൊക്കെ ജീവിതം പൈസ ഉണ്ടാക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽസ്. ദിസ് ഇസ് ആർജി കിരൺ വിത്ത് യു. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജേർണലിസ്റ്റ്. എന്നാൽ ഇപ്പോൾ ആ ഒരു പട്ടം മാത്രമല്ല ഉള്ളത്, 2 JRF ഹോൾഡറായ വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ JRF നേടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. PhD ഒരു സ്കോളർഷിപ്പാണ്, അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ആരാണ്? ഹെയ്തി സാദിയാണ് നമ്മുടെ കൂടെ ചെയ്യുന്നത്. ഹെയ്തി സാദി നമ്മളിപ്പോൾ ഒരു വർഷമായി കണ്ടിട്ട്. അന്ന് JRF കിട്ടി പിറ്റേ ദിവസം ഞാനാണ് ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്താണ് ഒരു വർഷത്തെ വ്യത്യാസം? വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ സമയത്ത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഹോപ്പും ഇല്ല, എൻ്റെ ഫാമിലി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അക്സെപ്റ്റ് ചെയ്യുന്നതിന് തോന്നൂല, കാരണം ഇത്രയും വർഷമായി ഇനി അവർക്ക് വേണമെന്നൊന്നും ഇല്ല എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാ പറഞ്ഞത്. ഒരു ഹോപ്പും ഇല്ലാണ്ടിരുന്നൊരവസ്ഥ, കരച്ചിലും മെഴുകലൊക്കെ ആയിരുന്നു. ബട്ട് ദ വെരി നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് എൻ്റെ അങ്കിള് കോൾ ചെയ്യുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ ഔട്ട് ഇറങ്ങിയിട്ടില്ല, ഇന്റർവ്യൂവിന്റെ ഔട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്റർവ്യൂവിന്റെ ഔട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വീട്ടിൽ എല്ലാവരും ഇങ്ങനെ കാണായിരുന്നു, ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തിട്ടാണ്. ഭയങ്കര രാശിയാണ്. അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഭയങ്കര രാശിയാണ്. താങ്കൾക്കൊന്നും എനിക്കറിയാം. ഭയങ്കര രാശിയാണ് അത്. എന്റെ ലൈഫിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഹെയ്ദീനെയാണ്. ഹെയ്ദിന് ശേഷം ഈ ചാനൽ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്രീലാൻസ് ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഈ ചാനലിൽ ഫുള്ളും ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന പ്രസ്ഥാനമായി മാറി എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. ഞാൻ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുന്നുള്ളൂ. എനിക്ക് ഒരാള് ഇപ്പോ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ച മാത്രം സെലിബ്രിറ്റി ആവോ, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ആൾക്കാർ കാഴ്ചപ്പാട്. അങ്ങനെയല്ല. നമ്മളെ എല്ലാ ജീവിതത്തിലും ഓരോ കഥകൾ പറയാനുണ്ട്. അങ്ങനെ കഥ പറയിപ്പിച്ച ഒരാളാണ് ഇന്ന് വീണ്ടും കഥ പറയാനായിട്ട് മൈ മീഡിയ ചാനലിൽ എത്തിയിട്ടുള്ളത്. കാര്യങ്ങളും സംസാരിക്കാം. അതെ. അപ്പൊ JRF കിട്ടിയിട്ട് ഇപ്പൊ എങ്ങനെ പൈസ കിട്ടുമ്പോ റിച്ച് ആയിട്ട് പോകും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കളൊരു പഠിപ്പിയാണോ? അല്ല, 2 JRF കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് കിട്ടിയത് കോമൺ സബ്ജക്റ്റിലാണ്, ഒന്ന് കിട്ടിയിട്ടുള്ളത് എന്റെ മെയിൻ സബ്ജക്റ്റിലാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിലാണ് ആദ്യം കിട്ടുന്നത്. പിന്നെ എഴുതുന്ന സബ്ജക്ട് എല്ലാ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ അത് ഞാൻ അതിന്റെ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ലൈക്ക് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് എഴുതി അത് ക്രാക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇന്റർവ്യൂവിൽ തന്നില്ലേ, അതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോയടുത്ത് എനിക്ക് കുറച്ച് റാഗിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടായി. എന്നെ ഹറാസ് ചെയ്തു. ഒരു 5 കുട്ടികൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് എന്നും ഇപ്പൊ എൻ്റെ ഉറക്കം എപ്പോഴും ഞാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കിടന്ന് കരയുന്നുണ്ടെങ്കിൽ ആ ഒരു 5 പേരെ പ്രാപിക്കുണ്ടായിരിക്കും. ബിക്കോസ് അത്രയും എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ എനിക്കിങ്ങനെ ഓരോ ഇന്റേണൽസ് കഴിയുമ്പോഴും ഇത്ര മാർക്ക് വെച്ചിട്ട് ഞാനൊരു 15-ൽ 14.5 ഒക്കെ വാങ്ങുന്ന പേഴ്സണായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ ഏതോ കാലത്ത് ഞാൻ അങ്ങനത്തെ മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് എനിക്ക് എന്താ അവർ കാരണം ഞാൻ നിർത്തി പോരേണ്ടി വന്നല്ലോ. നല്ലത് വരത്തല്ലേ അവർക്ക്. ഇപ്പൊ അവരെ പറ്റി ആലോചിക്കുമ്പോ എന്താണ്, അവരങ്ങാനും വല്ല ആക്സിഡന്റിൽ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അന്നദാനം നടത്തും. ബിക്കോസ് അത്രയും വെറുത്തിരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എൻ്റെ സമയം, എൻ്റെ നല്ല സമയം, എൻ്റെ എഫേർട്ട്, എൻ്റെ ഓപ്പർച്യൂണിറ്റി, ഒരു ട്രാൻസ് എന്ന രീതിയിൽ ഒരിക്കലും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടി വരില്ല കുറേയൊന്നും. അത് ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ച് പേർക്കേ വരത്തുള്ളൂ. ട്രാൻസിൽ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ഒരു ഭൂരിഭാഗം പേരും. അപ്പം കിട്ടുന്ന ഭയങ്കര ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ഈ വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമായിരിക്കും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ജീവിതം. അപ്പം ഇങ്ങനെ ഒരു ജീവിതം ആയതുകൊണ്ടാണല്ലോ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. അപ്പം ഇങ്ങനെ ഒരു പേഴ്സൺ വളരെ എഫേർട്ട് എടുത്തിട്ട് ചെല്ലുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ആട്ടി ഓടിക്കുകയും നമ്മൾ അവരെ മേധാവിത്വം കാണിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിൽ
ദേ ഹാവ് ടു പേ ഓഫ്. ബട്ട് ഒരാൾ മരിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്നുപോയി അല്ല, എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അല്ല, ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി മരിച്ചോട്ടെ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, അവര് മരിക്കണം. അങ്ങനെയല്ല, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് സഫർ, ഞാൻ അനുഭവിച്ചതിന്റെ എക്സ്ട്രീം അവർ സഫർ ചെയ്യണം. നമ്മളിങ്ങനെ പറയുമ്പോ എന്ത് അറം പോലെ പറ്റി പോട്ടെ. ബിക്കോസ് ഓരോ ദിവസം എനിക്ക് ട്രോമ എന്താന്ന് എനിക്കറിയാം, ഞാൻ കരയുന്ന എന്തോരാന്ന് എനിക്കറിയാം. അല്ല, നമ്മൾ അങ്ങനെ പറയുന്നത് ഇപ്പൊ ഞാൻ രേണുസുതിയുടെ കാര്യം എടുത്തിടാണ്. ബിക്കോസ് രേണു ചേച്ചി ഞാൻ കണ്ടു, നേരിട്ട് പോയി കണ്ടപ്പോഴാണ് പല ആൾക്കാരും അത് ഫേക്ക് ആണ്. ആറാട്ടൻ ഒരു വട്ടം പറഞ്ഞു, ആള് ഇന്ന് ഡൗൺ പോയപ്പോ എനിക്ക് ക്യാൻസർ ആണ് മക്കളെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് പിന്നീട് അത് സത്യം പുറത്തു വന്നു. ഞാൻ റീച്ചിന് വേണ്ടിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു റീസൺ രേണു ചേച്ചിക്ക് വയ്യാത്ത കാര്യം ഞങ്ങൾക്ക് ആദ്യമേ അറിയാം, ഫ്രണ്ട് സർക്കിൾ ഉള്ളവർക്കൊക്കെ ആദ്യമേ അറിയാം. പക്ഷെ ഞാൻ അത് പറയാനുള്ള റീസൺ, രേണു ചേച്ചി പണ്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ സമൂഹം മൊത്തം ഒന്ന് ഒറ്റപ്പെടുത്തി. സോ ബിഗ് ബോസിൽ വന്നു, നല്ല ഇമേജിൽ വന്നു. പക്ഷെ ഒന്ന് കരിയർ ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് വീണ്ടും നമ്മള് ചിലപ്പോ പല കാര്യങ്ങളും. എന്തായാലും ഈ 5 പേരും ബിഗ് ബോസിൽ ജന്മത്ത് വരാൻ പോണില്ല. അവരുടെ കാര്യമല്ല. അല്ല, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന ഒരു 5 പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്പെഷ്യലി ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അതിൽ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിരുന്നു. എന്നെ ഇത്രയും എന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആ വ്യക്തിയായിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദെയർ നെയിം. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഹൈറ്റ് കുറഞ്ഞും കൂടിയും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 5 പേര് എൻ്റെ കൂടെ പഠിച്ചതിൽ ഈ ഒരു 5 പേരെ ഞാൻ ഏറ്റവും വെറുക്കുന്നു. ഡെയിലി രാത്രി അവരെ, ദൈവമേ എന്നെ ഞാൻ കരയാൻ ഞാൻ ഇപ്പോഴും ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജീവിതത്തിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തികൾ തന്നിട്ടുള്ള ട്രോമകൾ കാരണവും ഹറാസ്മെന്റ് കാരണവും അബ്യൂസ് കാരണവും ബുള്ളിയും കാരണമാണ്. അതിനുള്ള ദൈവം കൊടുക്കണേന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ കിടന്നുറങ്ങാറ്. ഞാൻ അത്ര വലിയ ഗാന്ധിജിയൊന്നുമല്ല, ഗാന്ധിജിയുടെ കൊച്ചുമോളല്ല. പക്ഷെ അവര് JRF നേടിയില്ല. പക്ഷെ താങ്കൾ ഇപ്പോ അത് കിട്ടാൻ പോണില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് താങ്കൾ അത് നേടി, താങ്കൾ വിചാരിച്ച അല്ലെങ്കിൽ ഒരു ഡ്രീം ലൈഫിൽ ഇപ്പൊ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം വേറെ കണ്ടെത്തും. ഞാനിത് ആ കോഴ്സും ആ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ആ ക്ലാസ്സും കണ്ടിട്ടല്ല ഞാൻ പെണ്ണായത്, ഞാനായത്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ജസ്റ്റ് ഒരു എവിടേക്കൂടെ പോകുന്ന ഒരു പാർട്ട് മാത്രമായിരുന്നു അത്. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ വിഷമം ഭയങ്കര വിഷമം. ഞാൻ ഭയങ്കര ഹോപ്പോട് കൂടി, പ്രതീക്ഷയോട് കൂടി, എനിക്കിങ്ങനെ ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ അതിൽ PhD ചെയ്യണം എന്നൊക്കെ. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. പിന്നെ ഇതിന്റെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് നെറ്റും JRFും ക്രാക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഓരോ അച്ചീവ്മെന്റ്സും, കലോത്സവത്തിൽ ആക്റ്റീവായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെയാണ് ഇവര് ഇല്ലാണ്ടാക്കാനും. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. പിന്നെ എനിക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് ബെറ്റർ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയണം. എനിക്ക് മനുഷ്യന്മാരൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ട. കാരണം എനിക്ക് പേടിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ കണ്ടിട്ട് ഒരു പേഴ്സൺ ട്രാൻസ് ആയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ ദൈവമേ, അങ്ങനെ അത് പറയുന്നത് അവരൊന്ന് മാറ്റി പറയണം. കാരണം എന്നെ കണ്ടിട്ട് ഒരാളും ട്രാൻസ് ആവാൻ പാടില്ല. എന്നെ കണ്ടിട്ട് ഒരു വ്യക്തിയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരുടെ ജീവിതം അവർ ബെറ്റർ ലൈഫിലേക്ക് പോവുകയാണെങ്കിലും അവരുടെ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യുകയാണെങ്കിലൊക്കെ ഓക്കെ. ഇപ്പോൾ ഒരാൾ എന്നെ കണ്ടിട്ട് JRFും നെറ്റും ഇരുന്ന് ക്രാക്ക് ചെയ്ത് പഠിച്ച് വാങ്ങി എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ എന്നെ കണ്ടിട്ട് ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ഞാൻ ഐഡന്റിറ്റിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം ഇത് എളുപ്പമുള്ള ഒരു ജീവിതമല്ല. ഞാൻ പിന്നെ ജാസിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഭയങ്കര ദുരിതമാർന്ന ഒരു ജീവിതമാണ് ഇത് എന്ന്, ഇങ്ങനെ ഒരു ജന്മം ഇനി വേണ്ടാന്ന്. അപ്പം ഞാൻ വിചാരിക്കും ഇവളെന്താ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട്, ബോഡീനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് പെരുമാറുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ശരീരത്തോടും സോളിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന, സഫർ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. അപൂർവം ചിലവർക്ക് മാത്രമേ അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫാമിലിയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ നോർമലായിട്ട്, സോ കോൾ നോർമലായിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് എന്നും കൊന്ന് സ്ട്രഗിൾ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് പേരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും കമ്മ്യൂണിറ്റിയിൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് അതിന് ശേഷം നമ്മൾ മാറി ജീവിക്കുകയാണെങ്കിലും ഫ്രം അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് വരെ ശത്രുക്കളായിരിക്കും. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം അൺനെസസറി ആയിട്ടുള്ള, പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകാൻ വെച്ചാൽ അവിടെ നിന്ന് അവർ ആട്ടിപ്പായിക്കാൻ നോക്കും ബാക്കി സിസ് സെറ്റ് മനുഷ്യന്മാർ. അപ്പം ഇതൊക്കെ നമ്മൾ സഫർ ചെയ്തിട്ട് ഓരോ ദിവസം കടന്നു പോകല്ലേ എൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആണ്. പിന്നെ ഭയങ്കര റിസ്ക് ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ട്രാൻസ് വുമണിനെ എടുക്കുക. ഫസ്റ്റ് ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോൾ എവിടെയാ
പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പുരുഷന്മാർ, ഈ ഇവിടെ നിൽക്കുന്ന പുരുഷന്മാരുടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സ്ത്രീകളിലേക്കാണ് വരുന്നത്. അപ്പം ഇവന്മാർക്ക് ഇവിടുന്ന് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്ത് വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അത് ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി തന്നെയാണ്, ഒപ്രഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ട്രാൻസ് മാൻ ആയിട്ടുള്ള ആൾക്കാർ ഒപ്രസ്ഡിൽ നിന്നും അങ്ങോട്ടേക്ക് ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ അടുപ്പിക്കില്ല, കേട്ടില്ല. അവര് ഭയങ്കര ഈഗോ അടിക്കില്ലേ. അപ്പൊ അവരും അതൊന്നും അറിയില്ല. അപ്പം ഞാൻ ജനറലൈസ് ചെയ്തിട്ട് എല്ലാ ആണുങ്ങളെയും പറയല്ല. നോട്ട് ഓൾ മെൻ, എല്ലാ ആണുങ്ങളും അല്ല, പക്ഷെ കുറച്ച് സെർട്ടൈൻ ആണുങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പം അത് പ്രശ്നമാണ്. നമ്മൾ പെട്രിയാർക്കിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പുരുഷാധിപത്യം ഇല്ലായിരുന്നു വെച്ചാൽ കുറെ കൂടെയൊക്കെ പല കാര്യങ്ങളും എല്ലാവരും സുതാര്യമായി എല്ലാത്തിനെയും ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ഒന്നും നമ്മൾ നേരിടേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ കൂടെ സിസ്സായിട്ടുള്ള അവരുടെ കൂടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അനാവശ്യമായിട്ട് അവർക്ക് തെറിവിളി വരികയാണ്. എന്തിനാ ഇവരുടെ കൂടെ എന്തിനാ നിങ്ങൾ അടുപ്പിക്കുന്നത്? ഞാൻ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അബ്യൂസ് എന്തൊക്കെയാണ്? വീട്ടുകാരൊക്കെ എന്തിനാ വിളിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. അത് ശരിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെ ഫേസ്ബുക്കിനകത്ത് ക്ലിപ്പ് വരുമല്ലോ നിങ്ങളുടെ ചാനലിൽ. അപ്പം മാലിക അമ്മേനൊക്കെ ഇന്റർവ്യൂ ചെയ്തത് കണ്ടപ്പോ അതിന്റെ താഴെ പൊന്നെ എന്തൊക്കെയാണ് കിരണ് വന്നിരിക്കുന്ന പൊങ്കാല. എന്റെ ജോലി എന്താ? ഇന്റർവ്യൂ എടുക്കുക, ആങ്കറിങ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ വലിയ ആൾക്കാർ പറയുന്നത് സെലിബ്രിറ്റി എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. സിനിമയിൽ നടക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഓരോരുത്തർക്കും അവരുടെ ജീവിതങ്ങളുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ടാവും, ഹേദിക്കും ഒരു കാര്യം പറയാനുണ്ടാവും, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പം അതിന് പല പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവിടേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ അവർ ആരോ എക്സ് ഓർ വൈ അവർ ഇന്റർവ്യൂ ചെയ്യാന്ന് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹീദി ഫാമിലിന്ന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതിന് ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. എനിക്ക് ചെലവ് തരണം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഫാമിലി തിരിച്ചു വിളിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ആർക്കൊക്കെ കൊടുക്കണം? എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ പറയുന്നതാണ്. ഞാൻ ഇപ്പൊ സ്വീറ്റി മമ്മി എപ്പോഴും പറയും, മോളെ ഇങ്ങനെയൊന്നും വീട്ടുകാരൊന്നും ഇങ്ങനെ പറയില്ലേ, നമ്മള് ദേഷ്യം കൂടുമല്ലോ. അപ്പം വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സർക്കിളിലൊക്കെ പറയും മമ്മി. അപ്പൊ സ്വീറ്റി മമ്മിയുടെ അമ്മയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വീറ്റി മമ്മിയുടെ അല്ല, മെജോറിറ്റി ഓഫ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസിന്റെ അമ്മമാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാ. അപ്പൊ എൻ്റെ അമ്മ മാത്രം എന്താ ഇത്ര സ്നേഹമില്ലാത്ത ഒരു പേഴ്സണായി പോയത്? അപ്പൊ നാദരയുടെ ഉമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുമ്പോൾ ഞാൻ പിന്നെ കരച്ചിലായിരിക്കും 2 ദിവസത്തിന്. അയ്യോ, അങ്ങനെ അത്രയും സ്നേഹത്തിലുള്ള ആൾക്കാരാണ്. ദയയുടെ അമ്മ, രഞ്ജുമ്മയുടെ അമ്മ, സൂര്യമയുടെ അമ്മ, അവരൊക്കെ ഭയങ്കര ഇഷ്ടത്തിൽ പെരുമാറുന്നത്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അമ്മമാർ എന്നോട് അവരുടെ മക്കൾ എന്നെ പ്രസവിച്ച അമ്മയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് സങ്കടമാണ്. നമ്മുടേത് എത്രയൊക്കെ പറഞ്ഞാലും ബ്ലഡ് സ്റ്റിക്കർ ദാൻ വാട്ടർ ആണല്ലോ. നമ്മുടേത് എന്താ അങ്ങനെ അല്ലാത്തതെന്നൊക്കെ തന്നെ തോന്നുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നെക്സ്റ്റ് ഡേ കോൾ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ പണ്ടേ പറയും, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് സ്വീറ്റ് മമ്മിയൊക്കെ പറയും, മോളെ എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യും, മമ്മിയൊക്കെ ഭയങ്കര സഫർ ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ജാസിയുടെ ഫാമിലിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി ആ സമയത്ത്. പക്ഷേ എന്താ എപ്പോഴും പോകുന്നൊരു ടേംസ് ഒന്നുമല്ല. അപ്പോൾ ഞാനും ശ്രുതിയും കൂടി കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോൾ വരുന്നത് വിടുന്നു. അപ്പം ഞാൻ ഞെട്ടി എണീറ്റിട്ട് ഓ മൈ ഗോഡ്. അപ്പം അതിൻ്റെ തലേദിവസം നിങ്ങളുടെ ഇൻ്റർവ്യൂ തരുന്നതിൻ്റെ തലേദിവസം ഞാൻ വലിയൊരു അടി കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കോയിൻസിഡൻസ്. പിന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടി. പിന്നെ ഞാൻ ആരെ നോക്കണം? പിന്നെ എൻ്റെ ബ്രദർ, എൻ്റെ ഫാദറിനെ മകളായിട്ട് അംഗീകരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഫാദർ മരിച്ചുപോയി. പക്ഷേ ഫാദർ മരിച്ചിരിക്കുന്ന സമയത്തും എൻ്റെ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ് അവരൊക്കെ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. ഞാൻ തന്നെ ഡൗട്ട് അടിച്ചു പോയി. ഞാൻ മുന്നേ ഒരു ഐഡൻറ്റിറ്റിയിൽ ഇവിടെ നിന്ന ആളാണോ? എന്നെ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഉമ്മമാരൊക്കെ വന്നിട്ട് മോളെ എവിടെ, ഷാവുക്കാട് മോളെവിടെ, അങ്ങനെ വന്നിട്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ തന്നെ അവർ മരിച്ചിരിക്കുന്ന സമയത്ത് പോലും എന്നെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാൻ തന്നെയാണ് എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ജീവിതത്തിൽ രണ്ടും അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്, ചാലഞ്ചിങ് ആണ്. അപ്പം വൺസ് ഇതിലേക്ക് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയുള്ളൊരു ജീവിതം കുറച്ച് റിസ്ക് കൂടിയതാണ്, ചാലഞ്ചിങ് ആണ്. അതുവരെ കിട്ടിയിരുന്ന അവസരങ്ങൾ കിട്ടില്ല, അതുവരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അതുവരെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. എല്ലാം പുതിയൊരു സ്റ്റാർട്ടാണ്. ഒരു സൊസൈറ്റിയിൽ പക്ഷേ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പല ആൾക്കാർ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂസിലും ഈ പറഞ്ഞു പല ആൾക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് ആവുന്നത്
കുറെ ട്രാൻസ്ജെൻഡേഴ്സിന് റിസർവ്ഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെ കാര്യപ്പെട്ടൊന്നും റിസർവേഷന് വേണ്ടിയിട്ട് ആരും ട്രാൻസ്ജെൻഡർ ആയിട്ടില്ല. കാരണം എൻ്റെ അറിവിൽ കേട്ടോ, ഇനി ആവുന്നവരുണ്ടോയെന്ന് അറിയില്ല. പിന്നെ എന്ത് റിസർവേഷനാണ് കിട്ടുന്നത്? നമുക്കൊരു PSC റിസർവേഷൻ ഇല്ല. പിന്നെ അതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന സ്കോളർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ അഡ്മിഷൻ റിസർവേഷൻ ആണെങ്കിലും ഒന്നും തന്നെ ട്രാൻസ് ആയി കഴിഞ്ഞാൽ അത്രയും ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് 2% സൂപ്പർ ന്യൂമറിക്കൽ റിസർവേഷൻ ഉണ്ട്. അത് ഫൈറ്റ് ചെയ്ത് മേടിച്ചതാണ്. അത് തന്നെ അതിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എണ്ണം കൂടുതൽ ഈസി മണിയുടെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. എന്ത് ഈസി മണി അവർക്ക് കിട്ടുന്നത് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അത് ഈസിയാണോ? എനിക്കറിയില്ല, അതിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരാളെ ജീവിതം വെച്ചിട്ടല്ലേ ഒരാളത്തിൽ അങ്ങനെയൊക്കെ ജീവിതം പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 വരെയാണ്. അഗ്നിപരീക്ഷ നടക്കാൻ പോണു. ഏതെങ്കിലും സീസണിൽ വിളി വന്നിട്ടുണ്ടോ? എത്ര സീസണിൽ വന്നിട്ടുണ്ട്? വിളി വന്നിട്ടൊക്കെ ഉണ്ട്. സീസൺ 8 വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇല്ല, ഇത് നിലവിലെ വന്നിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ടില്ല എന്ന് പറയും. സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുമ്പോ ലോകത്തിൻ ഗതി അറിയാതെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കേറുന്നത് അല്ല. അത് ബിഗ് ബോസ് ഒക്കെ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡും കൂടി ആയിട്ടുണ്ട്. കാരണം ആ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ യങ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ, അതായത് 19-20 വയസ്സുള്ള കുട്ടികളൊക്കെ പലരും എന്നെ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ചേച്ചി ഇതുപോലെ മത്സരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എന്താ ഓഡിഷന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ പലരും 200+ K ഫോളോവേഴ്സൊക്കെ ഉള്ള പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അഗ്നിപരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിന് കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പം അതിന് ഡിമാൻഡ് കൂടി ആൾക്കാർ എന്താ പറയുക. പക്ഷേ പോയ ആൾക്കാരൊക്കെ ഞാൻ ഇന്റർവ്യൂ ആയിട്ടും പല ആൾക്കാർ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. അത് ഞാനും കേട്ടു. പക്ഷേ ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വലിയൊരു എക്സാമ്പിൾ ഇരിക്കുകയല്ലേ. നാദിറ ഭയങ്കര സക്സസ് അല്ലേ ആയത്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എല്ലാം അവള് ജേർണലിസം പഠിച്ച സമയത്ത് അവള് വിചാരിച്ചിട്ടുണ്ടാവില്ല ന്യൂസ് 18 ഇത്രയും നല്ലൊരു ആങ്കറായി മാറാൻ പറ്റും. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ജാതിരയുടെ ലൈഫ് ഇങ്ങനെയാ പോയിട്ടുള്ളത്. അപ്പം അത് അവൾ മാത്രമേ പറയുന്നുള്ളൂ. ഷീ ഈസ് വെരി സ്ട്രോങ് പേഴ്സൺ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, എവിടെയും കരയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, എവിടെയും തളരുന്ന കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം നേരിട്ടാലും അവൾ നിസ്സാരമായിട്ട് ഇരുന്ന് അതിന് ഡീൽ ചെയ്യുന്ന അത്രയും കേപ്പബിലിറ്റി ഉള്ള എക്സ്ട്രാ സ്ട്രോങ് പ്രോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ആകാം. പക്ഷെ എൻ്റെ അടുത്ത് ഇതേ ജാൻമണി മമ്മി പറഞ്ഞിട്ടുണ്ട്, ഷാരിക ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ശൈത്യ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബിഗ് ബോസിൽ പോയിട്ട് ഉള്ള സർക്കിളിലുള്ള കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹേദിക്ക് ഇപ്പം ഭയങ്കര സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, ബിഗ് ബോസിൽ പോയിട്ട് അത് കളയണോ, നീ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഹേദി ബിഗ് ബോസിൽ പോയ ഫസ്റ്റ് ഡേ കാല് കുത്തി വയ്ക്കുന്നതിന് കരച്ചിട്ട് തുടങ്ങും. അല്ല, കരയുന്നത് മനുഷ്യന്മാരല്ലേ, കരച്ചിൽ വരുമ്പോ കരയണം, അത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോ എന്റെ സ്ട്രാറ്റജി ആണെങ്കിലോ. നിങ്ങളിപ്പോ ഇവിടെ തന്നെ കരച്ചില് കാണും, അവിടെ പോയി കഴിഞ്ഞാൽ വേറൊരാളായിട്ടാ കാണുന്നെങ്കിലോ. ഞാൻ അവിടെ കയറിട്ട് മാലികാമ്മയുടെ ആത്മാവ് എന്റെ ഉള്ളിൽ കയറിയിട്ട് മാലികാമ്മനെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നില്ലേ പറഞ്ഞ വീണ്ടും അല്ല, ഞാൻ പറയട്ടെ, മാലികാമ്മ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലേ, ഞാൻ എവിടെയും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. നല്ല ദോശയൊക്കെ ആയിരുന്നില്ലേ വീട്ടില്, നല്ല ദോശയായിരുന്നു, നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കുറെ പേര് നിങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ റീസൺ പറഞ്ഞുതരാം. തൃശ്ശൂർ പൂരം, രാത്രി പൂരം കാണാൻ വേണ്ടി ഞാൻ പോയി. ഈ കൊല്ലം ദീപ്തി കല്യാണി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി കൂടെ 4-5 ട്രാൻസ്ജെൻഡേഴ്സ് വേറെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വാക്ക് ചെയ്ത് എൻ്റെ കസിൻ്റെ ഒപ്പം ഞാൻ പോവാണ്. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്, എല്ലാ കൊല്ലം പൂരം മിസ് ചെയ്യാതെ കാണുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൂശു എന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. ഹലോ എന്ന് വിളിച്ചു. ഞാൻ ആരാ എന്താന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കി. താൻ മറ്റേ ഇന്റർവ്യൂ എടുക്കുന്ന ആളല്ലേ? ആദ്യം ചെറുതായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ആളാണ്. നാളുണ്ടോ മനുഷ്യത് എനിക്ക് ആ മാലിക പണിക്കാരനൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ എൻ്റെ മൂത്തേക്ക് ചോദിച്ചേ. ഞാൻ അങ്ങോട്ട് എന്താ പറയുക, ഭൂമി പിളർന്ന് അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. ദീപ്തി കല്യാണി അല്ല, ദീപ്തി കല്യാണിന്റെ കൂടെയുള്ള ആൾക്കാർ, പേരെനിക്കറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ഫുൾ ആൾക്കാർ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ ആൾക്കാർ നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവരെ മാത്രമല്ല ആദ്രിജ പണിക്കർ അങ്ങനെ അവരൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഓക്കെയാണ്. പക്ഷെ മാലിക അവരാരാണ്? അവർ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് പേടിയുള്ളത് കൊണ്ടല്ലേ, മാലികാമേനെ ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ലേ. അതല്ല അവരുടെ വിജയം, അതല്ല അവരുടെ പവർ. അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല.
സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പേഴ്സണലി ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാലികാമ്മ വളരെ പാവമായിട്ടുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പം ഡെയിലി എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന എൻ്റെ അമ്മയായിട്ടുള്ള ഒരാളാണ്. അപ്പം എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യും. ഇപ്പം പോലും ഞാൻ 2 ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് അമ്മ ഏതിടണം ഇൻ്റർവ്യൂവിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഇത് ഇങ്ങനെ പോകണം മോളെ, ഇങ്ങനെ പ്രസൻ്റ് ആയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്ന് വിടുന്ന ആളാണ്. അപ്പം എനിക്ക് തന്നെ ഈ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള മാലികാമ്മേനെ കാണുന്നിടത്തുനിന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാലികാമ്മ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും പേഴ്സണലി. ബിക്കോസ് അമ്മ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ക്യാമറയ്ക്ക് ശേഷമുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതാണ് അവരുടെ റിയൽ പേഴ്സണാലിറ്റി. അതിൽ വളരെ സ്നേഹമുള്ള, വളരെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന, വളരെ ഇൻറ്റിമസി ഉള്ള ഒരു പേഴ്സണാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹെയ്റ്റ് വരുന്നത് അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിലെ കോണ്ടന്റും അത് തന്നെയാണ്. അപ്പം എല്ലാവരും ഒരുപോലത്തെ കോണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സിസ്റ്റൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയി പോകുമല്ലോ. അപ്പം പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ തന്നെയാണ് അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹെയ്റ്റ് കൊടുക്കുന്നത്. അപ്പം അത്രയും വ്യക്തികൾക്ക് മാലികാമ്മയുടെ അടുത്തുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ മാലികാമ്മയുടെ വേർഡ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ സൊസൈറ്റിയിൽ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പുള്ളിക്കാരുടെ വിജയമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത്രയും കാലം സിംഗപ്പൂർ ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിട്ട് കേരളത്തിൽ വന്ന് പാലക്കാട് നിന്നുകൊണ്ട് എല്ലാ മീഡിയയും പാലക്കാട് വീട്ടിലേക്ക് ചമ്മന്തിയും ദോശയും കഴിക്കാൻ പോകണമെന്നുണ്ട് വെച്ചാൽ അത് പുള്ളിക്കാരിയുടെ വിജയമാണ്, പുള്ളിക്കാരിയുടെ പേഴ്സണാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷനും കൂടിയാണ്. അപ്പം മാലികാമ്മ ഈസ് ഓൾവേസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാലികാമ്മനെ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല, അതൊരു കാര്യം. രണ്ടാമത്തേത് അവരുടെ പൊളിറ്റിക്സും തമ്മിൽ ഐഡിയോളജീസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഒരിക്കലും സർജറിനെ പ്രൊമോട്ട് ചെയ്യുന്ന പേഴ്സൺ അല്ല. എൻ്റെ അടുത്തൊരാൾ സർജറി ചെയ്യണം, എൻ്റെ അടുത്തൊരാൾ വന്നിട്ട് എന്നെ ട്രാൻസ് ആക്കി തരുമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പിന്നെ ജന്മത്ത് മൈൻഡ് ചെയ്യില്ല. ബിക്കോസ് ഇത് നമ്മളെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആവേണ്ട കാര്യമല്ല. ഇത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന ഡിസിഷനാണ്. ഞാനതിൽ ഒപ്പീനിയൻ കൊടുക്കാൻ ഞാൻ ആരുമല്ല. കാരണം ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ എൻഡോക്രൈനോളജിസ്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിലുള്ള ഒരാളോ അല്ലെങ്കിൽ ജസ്റ്റിസ് ബോർഡിലുള്ള ഒരു മെമ്പറോ ഒന്നുമല്ല. സാധാരണ ഒരു ഇൻഡിവിജ്വലാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇൻഡിവിജ്വലിന് ഒരിക്കലും അതിൽ ഒപ്പീനിയൻ പറയാനോ ഒന്നും ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. സർജറി ചെയ്യണം, നിങ്ങൾ പോയി സർജറി ചെയ്യൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന്. എല്ലാവരും മെഡിക്കൽ കണ്ടീഷനും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവരുടെ ഫിസിക്കൽ കണ്ടീഷനും ഒരേപോലെ ആവണമെന്നില്ല. അപ്പം ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ബോഡി തമ്മിൽ ഓരോരുത്തരുടെ ബോഡിയും ഓരോ രീതിയിലാണ്. അപ്പം ഓരോന്നിനും റിയാക്ട് ചെയ്യുന്നത്, ഓരോ മെഡിസിനും റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എൻ്റെ ആൻറ്റി പറഞ്ഞ പോലെ വീട്ടിൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അതേ നേരം മോൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ. ഇവർക്ക് അറിയില്ലല്ലോ മോൾക്കിപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോ. അപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ്? അല്ല മോള് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? എന്തിനും മരുന്ന്? അവർക്ക് അറിയില്ല. അവർ വിചാരം നമ്മൾ ലൈഫ് ലോങ് ഇത് പല മിഥ്യാധാരണകൾ ആൾക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചത് കൊണ്ടും മരിക്കുന്നവരെ ഹോർമോൺ എടുക്കണം. അത് നമ്മൾ ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷനും ഓരോ രീതിയിലാണ്. ഞാനിപ്പം ഹോമിയോപ്പതിയിലേക്ക് സ്വിച്ച് ചെയ്തു എൻ്റെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ എനിക്ക് തന്നിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിന് എൻ്റെ സിസ്റ്ററിന് പീരിയഡ്സ് ലേറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറഗുലർ ആകുന്ന സമയത്ത് അവർക്ക് കൊടുത്തിരുന്ന സെയിം ബോട്ടിലുള്ള സെയിം മെഡിസിനാണ്. ഞാൻ അത് കിട്ടിയപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിന് പണ്ട് കൊടുത്തിട്ടുള്ളതാണല്ലോ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്പൂണിൽ ഞാനും സിറപ്പിടുന്ന കുടിക്കാറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് മാറിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് മാറിയപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ രീതിയാണ്. ഞാൻ അലോപ്പതി തന്നെ നിൽക്കണം എന്നുള്ള എൻ്റെ നിർബന്ധമല്ല. ഞാൻ എൻ്റെ ജീവിതശൈലി മാറ്റിയപ്പം ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് നീങ്ങിയപ്പം ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആയുർവേദ ഹോമിയോപ്പതിയിലൊക്കെയാണ്. അപ്പോൾ ഹോമിയോപ്പതിയിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല, മനസ്സിലായോ? അപ്പം ഹോർമോൺസ് അലോപ്പതിയിലുള്ള ഹോർമോൺസ് ടാബ്ലറ്റ് എടുക്കുന്ന കുറേ പേർക്ക് കാഴ്ചയിൽ അവർ ഭയങ്കര ഫിസിക്കലി ഫിറ്റാണെന്ന് തോന്നുന്ന പലർക്കും ഷുഗർ വന്നിട്ടുള്ളവരുണ്ട്, കൊളസ്ട്രോൾ വന്നിട്ടുള്ളവരുണ്ട്. അപ്പം ബോഡിയിൽ അതൊക്കെ പ്രശ്നമുണ്ട്. ഓരോരുത്തരുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ഫാറ്റി ലിവർ വരുന്നവരുണ്ട്. അപ്പം റിയാക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിന് സെറ്റാവുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എന്നുള്ളത്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അത്
പിന്നെ ഇതിന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പെൻസ് ഒരു ഡോക്ടറെ കാണാൻ അതെ തീരുമാനിക്കുക. അതെ നമ്മൾ പറയാൻ നമ്മൾ ആരുമല്ല. അപ്പോൾ നിങ്ങൾ സർജറി ചെയ്താലേ നിങ്ങളെ അംഗീകരിക്കൂ എന്നല്ല. പക്ഷെ സർജറി ചെയ്തവരോട് എമ്പതി കൂടുതലാണ് എനിക്ക് എമ്പത്തൈസ് ചെയ്യാൻ കൂടുതൽ സർജറി കഴിഞ്ഞവരുടെ അടുത്ത് തന്നെയായിരിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ട് മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടെന്നൊന്നല്ല കേട്ടോ. ഇപ്പോൾ സർജറി കഴിഞ്ഞ ഒരാളൊരു ക്രൈസിസിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് എന്നെ വിളിക്കാൻ ചെയ്യും, ഓടിച്ചെല്ലും. അതിപ്പോൾ സർജറി ചെയ്യാത്തവരാണെങ്കിലും പോകും. പക്ഷെ അവര് പോയ ഒരു വഴി അല്ലെങ്കിൽ അല്ല, ഈ സർജറി ചെയ്തവരുടെ ഇതിൽ എനിക്ക് അയ്യോ ഞാൻ ടെൻഷൻ അടിക്കും. ദൈവമേ, ഞാൻ ആ പെയിൻ എനിക്ക് വരും, എനിക്ക് കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇപ്പം എൻ്റെ ഒരു മോളുണ്ട്, അവൾക്ക് ഈ പറഞ്ഞ പോലെ റോട്ടിൽ വെച്ച് അടി കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് അടി കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോഴും എൻ്റെ ആ മോളുടെ കാലിൽ ആ ബ്ലഡ് ക്ലോട്ടായ പാടുണ്ട്. എനിക്കത് കാണുമ്പോൾ അയ്യോ, എന്നെ പോലത്തെ ഒരു കുട്ടി, അവൾ സർജറി കഴിഞ്ഞ് ആ പെയിനും സഹിച്ച് ഇപ്പോൾ തുടയിൽ ഇത്ര ജീവിതകാലം മുഴുവൻ തുടയിൽ കിട്ടിയിരിക്കുന്ന ഈ അടിയുടെ പാട്, രക്തം 1 ഇയർ കഴിഞ്ഞിട്ട് രക്തം കല്ലിച്ചാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഏറ്റവും മുറിവ് പോലെ എനിക്ക് കൂടുതൽ തോന്നും. അത് ഒരു ഡിഫറൻസ് ആണ്. എമ്പത്തൈസ് ചെയ്യാൻ എനിക്ക് കൂടുതലും അങ്ങനെ, അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, വീക്ക്നെസ് ആണ്.